നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 നമ്മുടെ വീക്കെൻഡ് സൺഡേ എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളെ യൂഷ്വൽ വീഡിയോ അല്ലേ ഇതോ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്നലെ പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെ, പലരും പ്രഡിക്റ്റ് ചെയ്യല്ല, പലരും കിട്ടിയ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇന്നലെ വീഡിയോയിലും പറഞ്ഞിരുന്നു, ഇന്നും പറഞ്ഞിരുന്നു. ഒരുപാട് പേര് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം അല്ലേ ഇതോ, അൻസിബയുടെ എവിക്ഷൻ അല്ലേ. അൻസിബനെ പുറത്താക്കി അല്ലേ. അൻസിബ എവിക്റ്റഡ് ആയി എന്ന് പറയുന്നില്ല, ഫീൽ ചെയ്യുന്നത് അൻസിബനെ പുറത്താക്കി എന്നുള്ളതാണ്. എന്താ റീസൺ എന്ന് ഞാൻ പറയാം. അപ്പം നമ്മൾ അൻസിബയുടെ എവിക്ഷൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന് പിന്നിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്ത് റീസൺ കൊണ്ടായിരിക്കാം അത് വന്നിട്ടുള്ളത്. ഒന്നത്. രണ്ടാമത് ജിൻഡോയുടെ കാര്യം ഞാൻ വീഡിയോ ഓൾറെഡി ചെയ്തിരുന്നു. കാരണം ജിൻഡോയ്ക്ക് മരുന്ന് കൊടുക്കുന്ന റിലേറ്റഡ് ആയിട്ട്. പക്ഷേ ഇന്ന് എപ്പിസോഡിൽ കുറച്ച് ജിൻഡോ പെർഫോം ചെയ്തു അല്ലേ, കുറച്ച് ജിൻഡോ സ്പേസ് കിട്ടി, ജിൻഡോ സംസാരിച്ചു, കണ്ടപ്പോൾ സന്തോഷം. പിന്നെ ജിൻഡോ പറഞ്ഞ പല കാര്യങ്ങൾക്കും ഇന്ന് ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന് അപ്ലോസ് കയ്യടിണ്ടായി അല്ലേ. അപ്പോൾ ആ ഒരു സംഗതി കൂടെ ആയ സമയത്ത് കുറച്ച് സന്തോഷം. ഓക്കെ. പിന്നെ പറയാനുള്ളത് വലിയൊരു കാര്യമുള്ളത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇന്ന് ഫസ്റ്റ് തന്നെ ഒരു ടാസ്ക് നടന്നു. നമ്മൾ പ്രൊമോയിൽ കണ്ടിരുന്നു അല്ലേ ഇത്. ആ ടാസ്ക് നടന്നതിൽ ടാസ്കിൽ ജാസ്മിൻ ജയിച്ചു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് ജാസ്മിൻ ശരിക്കും പൊരുതി ജയിച്ചു. വെരി ഗുഡ് അല്ലേ. ജാസ്മിൻ പൊരുതിയിട്ട് തന്നെ ജയിച്ചു. പക്ഷെ ഒരു കാര്യം, അവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. എന്താ പറയുക, മറ്റേ സിനിമയിൽ പറഞ്ഞാൽ പക്ഷെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. വാര്യരെന്ന് എന്തൊരു സിനിമ പറയില്ലേ, അത് പറഞ്ഞ വാര്യ പറയാം. ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് പ്രോമോ കണ്ടവർക്കറിയാം. പ്രോമോയിൽ ഈ ടാസ്കിനിടയിൽ ഫസ്റ്റ് ആ നട്ടൊക്കെ ഇങ്ങനെ എടുത്തു വയ്ക്കുന്ന സമയത്തുണ്ടല്ലോ, എടുത്തു വയ്ക്കുന്ന സമയത്ത് ഇന്ന് പ്രോമോയിൽ ലാലേട്ടൻ പറയുന്നൊരു ഡയലോഗുണ്ട്, ജാസ്മിൻ ഒരു കൈ ഉപയോഗിക്കുന്നു. ജാസ്മിൻ 2 കൈ ഉപയോഗിക്കാൻ പാടില്ല, ഒരു കൈ മാത്രം ഉപയോഗിക്കുന്നു. അങ്ങനെ ജാസ്മിൻ 2 കൈ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗെയിമിൽ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ളൊരു കാരണമായില്ലേ എന്നൊരു സംശയമുണ്ട് നമുക്ക്. പക്ഷെ അത് എപ്പിസോഡിൽ കാണിച്ചില്ല. യെസ്, എപ്പിസോഡിൽ ലാലേട്ടൻ ആ പ്രൊമോയിൽ ചോദിച്ചിട്ടുള്ള സംഭവം ഒരുപക്ഷെ ചിലപ്പോൾ ഡിസ്കഷൻ ആയതുകൊണ്ടാണെന്നറിയില്ല, പ്രൊമോയിൽ കാണിച്ചിട്ടുള്ള ആ സംഭവം എപ്പിസോഡിൽ കാണിച്ചില്ല. അത് വലിയൊരു സംഭവമായി പോയി. പക്ഷെ നന്നായിട്ട് ഗെയിം കളിച്ചു. ജാസ്മിൻ നന്നായിട്ട് കളിച്ചു, അർജുൻ കളിച്ചു, പിന്നെ അതേപോലെ തന്നെ അൻസിബി നന്നായി കളിച്ചു. ഈ ഔട്ട് ആവണമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ അതൊക്കെ കളിപ്പിച്ചതൊക്കെ തോന്നുന്നു. സ്വാഭാവികമായിട്ടും അതിന് സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ടല്ലേ അല്ലേ ഇതോ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരു അടിപൊളിയായിട്ടുള്ള അപ്രീസിയേഷനും കാര്യങ്ങളൊക്കെ ജാസ്മിന് കിട്ടി. അടിപൊളി, നന്നായി പോവാ, ഉഷാറായിട്ട് പോട്ടെ. ഏതായാലും ഇപ്പൊ കപ്പ് കൊടുക്കാനുള്ള തീരുമാനം, ഗിഫ്റ്റൊക്കെ കിട്ടി. കപ്പ് കൊടുക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ വെറുതെ അല്ലേ ഒരു 10-23 ദിവസം കൂടി അറിയില്ല, അങ്ങനെയാണ് തോന്നുന്നു. ജാസ്മിനെ ഫുൾ വെളുപ്പിക്കലാണ്. ഇത് ഫസ്റ്റ് തന്നെ ജിൻഡോനെ പറയുന്ന സംഭവം അല്ലേ. അൻസിബയുടെ എവിക്ഷൻ റിലേറ്റഡ് ആയിട്ടാണ് കേട്ടോ. അൻസിബ അവിടെ നിന്ന് എവിക്റ്റഡ് ആവുകയാണ്. അൻസിബ എവിക്റ്റഡ് ആവുകയാണെന്നുള്ള എവിക്ഷൻ ഉണ്ടെന്നുള്ള അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം അല്ലേ. ഈ ബിബിയുടെ സ്ക്രിപ്റ്റ് വല്ലാത്തൊരു സ്ക്രിപ്റ്റ് അല്ലേ. ഇതിൻ്റെ ആൾക്കാരെല്ലാവരും മാക്സിമം ഒരു കണ്ടസ്റ്റൻ്റ് അതിൻ്റെ ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് മാക്സിമം ഒരു TRPയും കാര്യങ്ങളും ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടി അല്ലേ ഇത്. അതായത് അതാണ്. പിന്നെ ഒരു അനാവശ്യമായിട്ടുള്ളൊരു ഇൻട്രോ സീനാണ് അവിടെ ഉണ്ടായത്. അത് ആവശ്യം ഉണ്ടായിരുന്നു ഇത്. ഒരു ആവശ്യമില്ലാത്തൊരു ഇൻട്രോ സീൻ അവിടെ എടുത്തു. നമ്മൾ കണ്ടു എപ്പിസോഡിൽ, ഞാൻ കണ്ടിട്ടില്ല. എന്താണ് അവർ തമ്മിൽ സംസാരിച്ച, എന്താണ് ജാസ്മിനും അൻസിബിയും പറഞ്ഞ കാര്യം, ജിൻഡോ അവിടെ പോയി പറഞ്ഞുള്ള കാര്യം കാണിച്ചിട്ടുണ്ടോ? ലൈവിൽ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ലൈവിൽ അങ്ങനെ പറഞ്ഞതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത്രമാത്രം സീരിയസ് കാര്യമാണോ അത്? ഇങ്ങനെയൊക്കെ ലാലേട്ടന്റെ എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ മാത്രമുള്ള സീരിയസ് കാര്യമായിട്ട് എനിക്ക് അപ്പൊ ഫീൽ ചെയ്തിട്ടില്ല. കാരണം അപ്പൊ അങ്ങനെയാണെങ്കിൽ ആർക്കും പരസ്പരം സംസാരിക്കാനേ പറ്റില്ല എന്നുള്ള തോന്നലായി. ഇതിപ്പോ ജാസ്മിൻ ഇങ്ങനെ പറഞ്ഞു നടക്കണോണ്ടാണോ ലാലേട്ടൻ ചോദിച്ചത് എന്ന് വരെ സംശയം. കാരണം എന്താണ്ടായിച്ച ജിൻഡോ ജാസ്മിനോട് പറഞ്ഞു, നീ ഒന്നുകൂടി സ്ട്രോങ് ഇതാവണം, നീ ഇങ്ങനെ ഒന്നും കളിച്ചാൽ പോരാ, നീ ആദ്യത്തെ വീക്കിലെ പോലെ ആവണം എന്നൊക്കെ പറഞ്ഞു. അത് പിന്നെ ആരൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കുറച്ച് മാറി കഥകള്. ഇത് സ്വാഭാവികമായിട്ടും അവിടെ എപ്പോഴും നടക്കണ കാര്യമാണ്. പിന്നെ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോരുത്തർ പറഞ്ഞത്. ഇങ്ങനെ പറയാണ്ട് നോറ പറഞ്ഞ കാര്യം മാറിയിട്ടുണ്ട്, അപ്സര പറഞ്ഞ കാര്യം, ഓരോരുത്തരും പണ്ട് മുതലേ എല്ലാവരും പറഞ്ഞ കാര്യം അങ്ങോട്ട് കിട്ടും. ഇപ്പൊ ഋഷി പറഞ്ഞ കാര്യം, ശരണ്യ അവിടെ പോയി പറഞ്ഞ ഒക്കെ മാറിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഇതൊന്നും ചർച്ച ചെയ്യാണ്ട് ജിൻഡോ എന്തോ പറഞ്ഞു ജാസ്മിനോട്. ആ ജാസ്മിൻ അത് കേട്ടിട്ട് ജാസ്മിനും അത് അറിഞ്ഞു. അങ്ങനെ അത് അൻസിബയോട് പോയി പറഞ്ഞു. ഇതൊക്കെ ഒരു ഇഷ്യൂ ആക്കിയിട്ട് പറയേണ്ട ആവശ്യം എന്താ? അതിന് റീസൺ 3 എണ്ണമാണ് ഇതോ. ഒന്ന്, അൻസിബേനെ അവിടെ ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരാൾ കേൾക്കാതെ മറ്റാളെ പറ്റി പറയുന്ന സംസാരം, അൻസിബയുടെ ആ ഒരു ക്യാരക്ടർ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞ്, മനസ്സിലായില്ലേ, ആ ഒരു ക്യാരക്ടറിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇതും കൂടി ആവാം ഒരു എവിക്ഷൻ്റെ റീസൺ എന്ന് പറയാനുള്ള ഒരു ശ്രമം. ഒന്ന്
അതെ അതെ. രണ്ടാമത്തെ റീസൺ ജിൻഡോയ്ക്ക് ഇങ്ങനെ മാറ്റി പറയുന്ന അല്ലെങ്കിൽ കള്ളം പറയുന്ന രണ്ട് സ്ഥലത്ത് പോയി പറയുന്ന ശീലം ഉണ്ട് എന്നുള്ളത് പ്രൊജക്ട് ചെയ്ത് കാണിക്കാനുള്ള രണ്ടാമത്തെ റീസൺ. ആ ശീലം അവിടെ ഒരുവിധം എല്ലാവർക്കും ഉണ്ട്. അവിടെ കൂടെ പറയണൊക്കെ ശരിയാവാതെ പോവാറുണ്ട്. അതിപ്പോ ഒരു വീട് എല്ലായിടത്തും ഇല്ല അങ്ങനത്തെ ആൾക്കാര്. ആരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയല്ല കേട്ടോ. പക്ഷെ ഇന്ന് അങ്ങനെ തോന്നി, അങ്ങനെ ഫീൽ ചെയ്തു, അതുകൊണ്ട് പറഞ്ഞതാ. പിന്നെ മൂന്നാമത്തെ റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനെ വെളുപ്പിക്കാൻ. സ്വാഭാവികമായിട്ടും അവിടെ വെളുത്തത് ജാസ്മിൻ തന്നെയാണെന്നുള്ള ഒരു ഇത് എല്ലാവരും കണ്ടാൽ മനസ്സിലാവും അല്ലേ? ജാസ്മിനെ പറ്റിയ നല്ലൊരു എപ്പിസോഡാണ് ഇപ്പൊ വരുന്നത്. ലാലേട്ടൻ ചോദിച്ച ചോദ്യമാണ് എന്താ ജിൻഡോയുടെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലായില്ലേ? അവിടെ ഡയലോഗ് പറഞ്ഞിട്ടില്ല എനിക്ക് എന്താ ഉദ്ദേശം എന്ന് മനസ്സിലായില്ല. അതെ 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 അതെ. അതെന്താ വെച്ചാൽ ബേസിക്കലി ജാസ്മിന്റെ റിപ്ലൈയും കാര്യങ്ങളും വെച്ചാൽ ജിൻഡോ അവിടെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനൊന്നും കൂടി സ്ട്രോങ് ആയിട്ട് പറയാൻ വേണ്ടി സിജോ എണീറ്റ് പറഞ്ഞു അല്ലേ? കേട്ടപ്പോ എനിക്ക് തോന്നി എന്ന് പറഞ്ഞിട്ട് സിജോ പറഞ്ഞു. പിന്നെ അതേപോലെ ലാലേട്ടൻ ഒരു ചോദ്യം കൂടി ചോദിച്ചു, വേറെ ആർക്കെങ്കിലും ജിൻഡോയെ പറ്റി അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ എന്ന്. പക്ഷെ ആരും മിണ്ടിയില്ല. മിണ്ടണമായിരിക്കും ആഗ്രഹം, പക്ഷെ ആരും മിണ്ടിയില്ല. അതാണ് ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പൊ എന്താ വെച്ചാലേ പ്രേക്ഷകർ ഉണ്ടെന്നും ചോറ് തന്നെയാണ് ലാലേട്ടൻ ആൻഡ് കമ്പനി. ലാലേട്ടൻ പറയുന്നില്ല. കുട്ടിയുടെ ഈ പറയണ പോലെ അല്ല. ലാലേട്ടന്റെ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ പറയണത് മുഴുവൻ ഒരു സ്ക്രിപ്റ്റാണ്. ലാലേട്ടൻ ഇതൊന്നും കുറിച്ചിട്ടൊന്നും അല്ല. ലാലേട്ടൻ ആ സ്ക്രിപ്റ്റ് അനുസരിച്ച് കറക്റ്റ് ആയിട്ട് സംസാരിച്ചു പോലും. പണ്ട് ജാസ്മിനെയും ഗബ്രീനെയും കൂടി അങ്ങനെ പറയണമായിരുന്നു. അപ്പൊ അത് പറഞ്ഞു. പിന്നെ എല്ലാം അതുപോലെ ചെയ്യണം. അല്ല ഞാൻ ലാലേട്ടൻ ആൻഡ് കമ്പനി ഉദ്ദേശിച്ചത് ലാലേട്ടൻ കുറ്റക്കാരനാണെന്നല്ല. ഞാൻ ഉദ്ദേശിച്ച ആ ടീമിന്റെ ഒരു ഇതുണ്ടല്ലോ. വോട്ടെവർ. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. അവസാനം ജിൻഡോ പറയാൻ നിൽക്കുന്ന സമയത്ത് ഇന്നോട് ഇരിക്കാനും പറഞ്ഞു അല്ലേ? ഇത് ലാസ്റ്റ് ആയിട്ട് ആ സംസാരത്തിന് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാത്ത രീതിയിൽ. പക്ഷെ ഒരു കാര്യം ഷുവറാണ്, ഇന്ന് ജിൻഡോ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾക്ക് അവിടെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് കയ്യടി ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓക്കെ. പിന്നെ വേറെന്താ? പിന്നെ വേറെ സംഭവം എന്താ വെച്ചാൽ പിന്നെ ഹാർഡ് വർക്കും ലക്കിന്റെ കേസിലൊക്കെ തോന്നുന്നുണ്ട്. സിജോ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലേ സിജോ പറഞ്ഞില്ലേ അൻസിബ ഒരു ഗെയിമറാണ്, 24/7 ഗെയിമർ അല്ലെങ്കിലും എന്ന് പറഞ്ഞ സമയത്ത് ജാസ്മിൻ്റെ ഈ അൻസിബിനെയൊക്കെ പറ്റി പറഞ്ഞ അല്ലെങ്കിൽ ഓരോരുത്തരെ പറ്റി പറഞ്ഞ സമയത്ത് ജാസ്മിൻ്റെ ക്യൂട്ട്നെസ് വാരി വെതറിയിട്ടുള്ള ചില ആക്ഷനുകളുണ്ട്. നമുക്ക് എന്താ പറയുക, അത്രയധികം ക്യൂട്ട്നെസ്. നമ്മൾ ഈ എന്താ പറയുക തെക്കേ അറ്റത്തെ മുറി കിട്ടുമ്പോൾ അവിടെ നല്ല കാറ്റുണ്ട് പറഞ്ഞാൽ നമുക്ക് അത്രയും ക്യൂട്ട്നെസ് ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല അല്ലേ? ഇത് അത് അവളുടെ ഒരു ക്യാരക്ടർ, അവളുടെ കുറെ മാനേഴ്സും ആയിരിക്കാം. പക്ഷേ ക്യൂട്ട്നെസ് ഏതായാലും ഒരുപാട് വാരി വിതർന്ന് കണ്ടു. അതായത് ആ ആക്ഷനും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത്. പിന്നെ അതൊന്ന്. പിന്നെ വേറെ എന്താ വിധോ? പിന്നെ ഈ പറഞ്ഞ പോലെ ലക്കിൽ നിൽക്കുന്നത് ആരാ ചോദിച്ചപ്പോ ഒരുവിധം എല്ലാവരും നോറയുടെ പേര് പറഞ്ഞു. നോറേനെ പറഞ്ഞു, അൻസിബേനെ പറഞ്ഞു. ഓക്കെ, പക്ഷെ ഹാർഡ് വർക്ക് ചെയ്ത് നിൽക്കുന്നത് കൂടുതൽ പറഞ്ഞത് പിന്നെ ജിൻഡോനെയാണ്. ജാസ്മിനെ ആരോ പറഞ്ഞു, സായി പറഞ്ഞു. സത്യം കേട്ടോ, ജാസ്മിൻ അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ആദ്യം മുതൽ അവസാനം വരെ നിന്നിരിക്കുന്നത്. അതുപോലെ ജിൻഡോ അതേ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ്. അല്ല, ജാസ്മിൻ ആദ്യം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ? ഗബ്രിയുടെ കൂടെ അങ്ങനെ ഇരിക്കല്ലോ. ഇല്ല, എനിക്കൊരു കൺഫ്യൂഷൻ. ശരിക്കും ഹാർഡ് വർക്ക് ആദ്യ എപ്പിസോഡ് കണ്ട സമയത്ത് എന്താ പറഞ്ഞത്? അല്ല, ഞാൻ വിചാരിച്ചു അത്യാവശ്യം കുറെ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്. മാനസികമായിട്ട് ഒരുപാട് മാനസികമായിട്ടൊരു മനുഷ്യൻ കഷ്ടപ്പാട് അനുഭവിക്കുന്നു. രണ്ട് റീസൺ ഉണ്ട്. ഞാൻ എന്റെ എന്തെങ്കിലും പ്രവൃത്തികളെ കൊണ്ട് മാനസികമായി കഷ്ടപ്പാട് അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിലോ ഞാൻ അടുത്ത കാര്യം ചോദിക്കട്ടെ, ജാസ്മിൻ അനുഭവിച്ചാൽ ജാസ്മിനായിട്ട് ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ വന്നിട്ടുള്ളത് സോഷ്യൽ നമ്മളെ ബിഗ് ബോസ് ഹൗസിൽ പുറത്താണ്. നമ്മളിങ്ങനെ വിചാരിക്കുന്നത് അഭിപ്രായം പറ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആണോ? കാരണം എന്താ വെച്ചാൽ ഞാൻ ജാസ്മിൻ എന്ന് പറയാൻ കാരണം ഞാൻ ഇത് ചിന്തിച്ചിട്ടാ. ഒരുപാട് ലാലേട്ടൻ്റെ എപ്പിസോഡിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ട്, അതായത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അതായത് തുമ്മിയ കേസ് പറഞ്ഞപ്പോഴൊക്കെ ഇതൊരു വ്യക്തിയാണെങ്കിലും ആകെ ഇങ്ങോട്ട് പോയില്ലേ. അതുപോലെ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ഇഷ്യൂ, ഒരുപാട് കാര്യങ്ങൾ. സായി വന്ന് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് പിന്നെ അവിടെ തന്നെ നിൽക്കുക, അങ്ങനെ ഒരുപാട് പ്രശ്നത്തിൽ. അന്ന് സൈക്കോളജിസ്റ്റ് ഒക്കെ വന്നില്ലേ മുംബൈന്ന്, അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് നിന്നോട് ഞാൻ ഉദ്ദേശിച്ചത് ഈ തുമ്മിയ കേസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പൊ ജാസ്മിൻ്റെ മാത്രമല്ല ആരുടെ ആണെങ്കിലും ഇതൊക്കെ പുറത്ത് വിഷയമാക്കുന്നത് കൊണ്ടാണ് ഇവരും ഇതെടുത്ത് ചെയ്യുന്ന വിധവും. മനസ്സിലായോ? ഇതൊക്കെ പുറത്ത് വിഷയമാവുന്ന സമയത്താണ് അവർ ചെയ്യുന്നത്. പിന്നെ സായി അവിടുന്ന് പോയി വന്ന സംഗതി പറഞ്ഞു, അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം സായിയുടെ ഭാര്യ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ
റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞിട്ട് ഇത് ഞാൻ നേരത്തെ ഒന്ന് പറയാൻ വന്നത് എന്താ അറിയോ, ഹാർഡ് വർക്ക് ചെയ്തത് അതേപോലെ ജാസ്മിൻ ജിൻഡോനെയാണ് ഹാർഡ് വർക്ക് ചെയ്തത് കൂടുതൽ പറഞ്ഞത്. പക്ഷെ ആരും ശ്രീതുവിന്റെ പേര് പറഞ്ഞില്ല. അതന്നെയാണ് അവിടുത്തെ ലക്ക്. അതാണ് യഥാർത്ഥത്തിൽ ശ്രീതുവിന്റെ ലക്ക്. കാരണം ശ്രീതു സേഫ് ഗെയിം ആയത് കാരണം ആർക്കും ശ്രീതുവിനോട് ദേഷ്യമില്ല. എനിക്കും ദേഷ്യമില്ല, ആർക്കും ദേഷ്യമില്ല, ഓഡിയൻസിനും ഉണ്ടാവില്ല, ആർക്കും. പക്ഷെ ഒന്നും ചെയ്യണില്ല. ഈ എന്നിട്ട് അപ്പൊ ശരിക്കും പൊട്ടന്മാരല്ലേ ഇവർ പറയേണ്ടത്? ഒന്ന് ശ്രീതുവിനല്ലേ ശരിക്ക് ഒരു ടെൻഷനും ഇല്ലാണ്ട് ബുദ്ധിമുട്ടില്ലാണ്ട് അവിടെ ലക്കോണ്ട് നിന്ന് പോണ ഒരു കുട്ടിയാണ് ശ്രീതു. ഹാർഡ് വർക്ക് സത്യത്തിൽ ജിൻഡോ ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ ഞാൻ ഇത് പറയട്ടോ, സിജോന്റെ കാര്യം. സിജോ കുറച്ച് കഴിഞ്ഞിട്ടാ വന്നുള്ളൂ വെച്ചാലും സിജോ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്. കാരണം സിജോ അത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. അതിന്ന് മെന്റലി ശരിയായി, ഫിസിക്കലി മെന്റലി ഒരു വിൽ പവർ കൊണ്ട് ശരിയായിട്ട് വന്ന് കളിക്കുന്നതാ അല്ലേ? ഒരു വിൽ പവർ ഇല്ലാത്ത ആളൊക്കെ ആണെങ്കിൽ എനിക്കൊക്കെയാണ് തലടിയിട്ട് തീർന്നു. ഞാനത് കംപ്ലീറ്റ് ആയിട്ട് യോജിക്കുന്നില്ല. കാരണം വെച്ചാൽ സിജോ അവിടെ വന്നിരുന്നിട്ട് ഇതുപോലെ എനിക്കറിയുമ്പോൾ മൈൻഡ് ഗെയിം എന്നൊക്കെ പറയാം, ഓരോരുത്തർക്ക് ഓരോ ടൈപ്പ്. അല്ല, സിജോ അവിടെ നിന്ന് ഗെയിമിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അത്യാവശ്യം മെന്റലി ഫിസിക്കലി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ട് അത് തരണം ചെയ്ത് വന്ന് ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ട് വന്നിട്ട് ഇപ്പൊ നോർമലായി നിൽക്കണില്ലേ? ഞാൻ ആലോചിക്കാൻ എന്താ പറയുക, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സിജോനെ ഞാൻ എന്തുപോലെ സപ്പോർട്ട് ചെയ്തറിയോ. ഞാൻ ഈ അസീറോക്കിനൊക്കെ ഇതുപോലെ മോശം, ഞാൻ സത്യം പറഞ്ഞാൽ സൈഡ് ഗെയിം വേറെ എന്തോ ആണ്. പിന്നെ അഭിഷേകിന്റെ ഗെയിം കണ്ടില്ലേ, വേറെ തന്നെ തരാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോ പോലെയാണ്. ജിൻഡോ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ജിൻഡോ പല പല കാര്യങ്ങളും അവിടെ ചെയ്യണു, പലതും ഉണ്ടാക്കി തീർക്കണു, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കളിക്കുകയാണ് തോന്നിയിട്ടുണ്ട്. അതിപ്പോ പുറത്തിറങ്ങിയ ആൾക്കാരും പറയുന്നുണ്ട് ജിൻഡോ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ടെന്ന്. അപ്പോൾ സത്യം പറഞ്ഞാൽ വേറൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ എപ്പിസോഡ് കാണുമ്പോൾ കംപ്ലീറ്റ് ഇരുന്ന് കാണില്ല. ഞാനിന്ന് കുറച്ച് നേരം എപ്പിസോഡിന്റെ സമയത്ത് ബ്രേക്ക് എടുത്തു. കാരണം നോറ സിജോനോട് ജാസ്മിനോട് സംസാരിച്ചപ്പോ പിന്നെയും എന്തെങ്കിലും മറുപടി കൊടുക്കാനുള്ള ചാൻസ് കൊടുത്തു. അതായത് പറയാനുള്ള ഒരു അവസരം കൊടുത്തില്ലേ, മുഖം കാണാണ്ട് സംസാരിക്കാൻ. നോറ ജാസ്മിനെയും കൊണ്ടുപോയപ്പോഴേ ഞാൻ വിചാരിച്ചു ഈശ്വര എന്തൊക്കെയാ പറയാ. അപ്പൊ നിന്നോട് ഞാൻ അത് നീ അങ്ങനെ നീ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞു. ജാസ്മിൻ പറഞ്ഞു ഞാൻ നിന്നോട് അതുപോലെ. ജാസ്മിൻ പക്ഷെ തിരിച്ചു പറയാൻ പറ്റി. ജാസ്മിന് തിരിച്ചു പറയാനുള്ള ഒരു അവസരം കിട്ടി, എങ്ങനെയാണെന്ന് അറിയില്ല, ഭാഗ്യം കൊണ്ട് കിട്ടി. പക്ഷെ സിജോനെ നോറ ഒരു അക്ഷരം മിണ്ടാൻ സമ്മതിച്ചിട്ടില്ല. ഞാൻ കളിയൊക്കെ അല്ല കേട്ടോ, ഇതൊക്കെ ഒരു IAS കളക്ടറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സിറ്റുവേഷൻ പറയല്ലോ. സത്യം പറഞ്ഞാൽ നോറ സംസാരിക്കുന്ന സമയത്ത് ഇത് എവിടുന്ന് വെച്ച് തുടങ്ങുന്നത്, എവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നത്, ബിഗ് ബോസ് ചോദിച്ചു, ലാലേട്ടും ചോദിച്ചു നോറ എന്താ സംസാരിക്കാൻ സിജോനെ മിണ്ടാൻ എന്താ സമ്മതിക്കാത്തത്. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, കുട്ടേന്റെ നോറ പറഞ്ഞ എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. സിജോനോട് നോറ സംസാരിച്ചത് ആർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് പറയണം, ഒന്നും മനസ്സിലായില്ല. അവിടെയുള്ള കണ്ടസ്റ്റൻസിനും മനസ്സിലായിട്ടില്ല തോന്നുന്നുണ്ട്, അവരും പറയുന്നുണ്ട്. എന്നിട്ട് ജിൻഡോ അവിടെ ഇരുന്ന് കുറെ ആക്ഷൻ ഒക്കെ കാട്ടുന്നുണ്ട്. ജിൻഡോയും നമ്മളെ നന്ദനയൊക്കെ പാടിരുന്നിട്ട് ഇങ്ങനെ. ജിൻഡോ നോറേനെ പറ്റി പറഞ്ഞതിന് പുറത്ത് നല്ല കയ്യടിണ്ട് കേട്ടോ. ജിൻഡോ നോറേനെ പറ്റി ഫേക്കാണ് എന്നും പറഞ്ഞു. പ്രത്യേകിച്ച് ഇന്നലത്തെ കേസ് പോലും ആ മാലിട്ടിട്ട് അവിടെ വന്നിരുന്നിട്ട് ആ ക്യാമറയുടെ മുന്നിൽ വന്ന് സംസാരിച്ചു പുറത്തുള്ള ആൾക്കാരോട് പറഞ്ഞു. ഇതൊക്കെ അവർക്കും മനസ്സിലാവുണ്ട്, പുറത്തുള്ളവർക്ക് മനസ്സിലാവുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും അടുത്ത ആഴ്ച എന്തായാലും അൻസിബ പോയാലും ഭയങ്കര വിഷമമുണ്ട്, ഋഷിനെ കണ്ടതിൽ ഭയങ്കര വിഷമമുണ്ട്. ഇനിയിപ്പോ എത്ര ഫാൻസ് ആരൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഋഷിയോ അൻസിബയോ ഒരാളുടെ ഫാനല്ല. എനിക്ക് അറിയില്ല ഇതെങ്ങനെ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കോ അല്ല. എന്തൊക്കെയോ കമന്റ് വരുന്ന കാണാം, നിങ്ങൾ മറ്റേ ജിൻഡോന്റെ അതല്ലേ. ജിൻഡോന്റെ എന്താ ഒന്നുമല്ല, ജിൻഡോന്റെ ഭാഗത്ത് എന്തെങ്കിലും ശരി കണ്ടാൽ മാത്രമേ ഞങ്ങളെ വീഡിയോസ് എടുത്ത് നോക്കൂ, ജിൻഡോന്റെ കാര്യങ്ങൾ പറയാറുള്ളൂ. തെറ്റാണെങ്കിൽ തെറ്റത്, എന്നും ജിൻഡോ ജിൻഡോ വന്ന് പറയാറൊന്നുമില്ല, അങ്ങനെ ആരോടും ഇല്ല. ഇത് വിശ്വസിക്കാൻ വിശ്വസിക്കാം. ഇത് ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാ, പക്ഷേ ഇന്ന് ഞാൻ ഒരു കാര്യം പറയാം, ബിഗ് ബോസിൽ ഉള്ള 2 പ്യുവർ സോൾ ആയിരുന്നു ഋഷിയും അൻസിബയും. കാരണം അവരുടെ റിലേഷൻഷിപ്പ് എനിക്ക് പറയാ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്ര ദിവസം കൊണ്ട് അവർ രണ്ടുപേരും അങ്ങനെ അടുക്കണമെങ്കിൽ ഇന്നൊക്കെ കണ്ടപ്പോഴേ ശരിക്കും ഒരു അനിയനോടോ എന്തൊക്കെയോ ഉള്ള വാത്സല്യം. എന്നിട്ട് അവൻ കരയണൊക്കെ കാണുമ്പോഴേ ശരിക്കും രണ്ടുപേരും ആത്മാർത്ഥമായിട്ട്, എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസിൽ ഇങ്ങനെ രണ്ടുപേര് ഇങ്ങനെ റിലേഷൻഷിപ്പ് ലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടം കല്യാണം കഴിക്കേണ്ട അങ്ങനത്തെ അവസ്ഥ അങ്ങനത്തെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു സ്നേഹം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ കണ്ട ബിഗ് ബോസ് പിന്നെ അൻസിബയുടെ ഉമ്മയുടെ എന്നിട്ടൊരു വോയിസ് ക്ലിപ്പ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിൽ ആ ഉമ്മയുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാം അവരുടെ. അപ്പൊ അതുകൊണ്ട് അൻസിബ പോയതുകൊണ്ടൊരു വിഷമല്ല, പക്ഷെ
എന്തോ എവിടേക്കോ നമ്മുടെ കപ്പ് ആർക്കാണ് അവർ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. നല്ലോണം സംസാരിക്കാൻ ഒരു കുട്ടിയായിരുന്നു അൻസിബ. അത് പോയി. നല്ല രീതി അതെ ഞാൻ പറഞ്ഞ വിധോ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന എത്ര ആൾക്കാരുണ്ട് വിധോ. ഞാൻ തന്നെ എത്തിപ്പോയതേ കമന്റ് സെക്ഷനൊക്കെ നോക്ക്. ഞാൻ തന്നെ പറയാട്ടോ, എന്റെ വീട്ടിലൊക്കെ നമ്മുടെ വീട്ടിലും ഫാമിലികളും റിലേറ്റീവ്സ് ഒക്കെ കാണുന്നില്ല ഈ പരിപാടി. അവർക്കൊക്കെ അൻസിബ നല്ലൊരു കുട്ടിയാലേന്ന് എല്ലാവരും ചോദിക്കും. ആരെങ്കിലും മോശം നമ്മളോട് സംസാരിക്കുന്ന ആരെങ്കിലും മോശം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ല പറഞ്ഞത്, നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ ക്ലോസ് കോൺടാക്ട്സിലുള്ള ഒരാൾക്ക് പോലും അൻസിബയെ ഇഷ്ടമല്ലാത്തവരില്ല. പക്ഷെ ജാസ്മിനെ കണ്ടുകൂടാ കുറേ ആൾക്കാർക്ക്. സത്യല്ലേ വിധു? സത്യല്ലേ? എന്ത് കാരണം കൊണ്ടാ? ഇപ്പൊ ഞാൻ ഡ്രസ്സിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും. ഓക്കെ, ഡ്രസ്സിങ്ങിൽ ഇപ്പൊ ജാസ്മിന് ഇഷ്യൂസ് ഇല്ല. വായന്ന് വരുന്ന സംഭവം ജാസ്മിന് അതും പ്രശ്നമില്ല കേട്ടോ. ഡ്രസ്സിങ് ഞാൻ പറഞ്ഞില്ലല്ലോ, ഡ്രസ്സിങ് ഞാൻ പറഞ്ഞത്. അതായത് വായന്ന് വരുന്ന സംഭവങ്ങൾ, ഭാഷ, ഇതൊക്കെ എഫക്റ്റ് ചെയ്യും. ശരിക്കും നിഷ്പക്ഷമായിട്ട് ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് ഇതൊക്കെ എഫക്റ്റ് ചെയ്യും. നമുക്കൊരാളെ വർത്താനം ഇഷ്ടപ്പെട്ടില്ല എന്ന് അവർ സംസാരം വളരെ മോശമാണ്, നമുക്ക് ഇഷ്ടപ്പെടും. ഷൊട്ട ഷൊണ്ണ കിണ്ണ കണ്ണ ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഒന്നും സീരിയസ്ലി ഇത് അത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരെ കുറച്ച് വോയിസ് ക്ലിപ്പ് ചെയ്യാൻ വിട്ടിരുന്നു, ബാക്കിയും കൂടി വിടാം കേട്ടോ. കാരണം അതിനുള്ള കുറച്ച് കമൻസ് ഒന്നും വന്നു, ഞാൻ വിടില്ല തീരുമാനിച്ചായിരുന്നു. അപ്പം അത് വിടാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് കമൻസ്. നാളെ തൊട്ടിട്ട് മറ്റേ ഇത് തുടങ്ങാണ്, ടിക്കറ്റ് ടു ഫിനാലെ. അതിന് ഈ ആഴ്ച അറിയാം ആരാണ് ഫൈനലിക്ക് ഒരെണ്ണം പോണത്. പിന്നെ ഇനിയിപ്പോ അടുത്തതിക്ക് തോന്നുന്നു നോറ വന്നു കഴിഞ്ഞാൽ നോറയാവൂല വിട്ടാവ്, അറിയില്ല. അപ്പോൾ ഇത്ര തന്നെയുള്ള വിധം. പിന്നെ ഒരു കാര്യം, നാളെ ആരൊക്കെയോ കേറി എന്നൊക്കെ പറഞ്ഞില്ലേ? ജുനൈസ് ഒക്കെ കേറിയോ? ജുനൈസും ജോജും മൂവി പ്രൊമോഷൻ വേണ്ടി കയറി. അത് മൂവിയുടെ പ്രൊമോഷൻ. പക്ഷെ ചലഞ്ചേഴ്സ് ഒന്നും ഇല്ല അല്ലേ? ഉണ്ടോ? ഇനി ചലഞ്ചേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഇനി അതിനൊന്നും സമയമില്ല. ഇത് മൂവി പ്രൊമോഷൻ. മറ്റേ സാബോട്ടറേയും ശ്വേത ചേച്ചിനെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിട്ട് ഇവരൊക്കെ അല്ലേ ഒരു ഒളിപ്പിക്കൽ കർമ്മം. എന്ത് ബിഗ് ബോസിലെ പ്രാവശ്യം. പിന്നെ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മള് റിവ്യൂ പറയുന്നോണ്ടേ അല്ലേ. പക്ഷെ റിവ്യൂ ഇല്ലായിരുന്നെങ്കിൽ വിധോ ഈ റിവ്യൂ പരിപാടി ഇല്ലായിരുന്നെങ്കിൽ പ്രാവശ്യം സീസൺ കാണാൻ ഭയങ്കര ഞാൻ എന്തോ പോലെ ശരിക്കും. കാരണം ബിഗ് ബോസ് അല്ലാതെ നോർമൽ റിയാക്ഷൻസ് ഉണ്ടല്ലോ, മറ്റേ നമ്മൾ ബിഗ് ബോസ് അല്ലാത്ത സോഷ്യൽ ഇഷ്യൂസ് റിയാക്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ പോകുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ബിഗ് ബോസ് കണ്ട് സമയം കളയില്ല. അല്ല ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, കണ്ണൂരിൽ ഞാൻ നമ്മളെ സിറ്റുവേഷൻ പറയുന്നത് പോലെ ഉണ്ട്. ഇതോ സീസൺ ഒരു ക്വാളിറ്റി ഇല്ല. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.